പണ്ട് പൗരത്വ ഭേദഗതി സമയത്ത് ഡൽഹിയിൽ വലിയ രീതിയിലുള്ള കലാപം ഉണ്ടായിരുന്നു. അത് നമുക്കറിയാമല്ലോ, ഈ ജിഹാദികൾ വലിയ രീതിയിൽ അത് കത്തിക്കുകയും ഇടതുപക്ഷവും അതിന് പിന്തുണ നൽകുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ 53-ലധികം പേർ മരണപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതിന് സമാനമായി തന്നെ വഖഫിനെയും കത്തിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടോ? തീർച്ചയായിട്ടും അതിനുള്ള പരിഹാരമൊക്കെ കണ്ടു കഴിഞ്ഞു. അതിനു വേണ്ടുന്ന നടപടി അമിത്ഷാ സ്വീകരിച്ചിട്ടുണ്ട്. എന്തായാലും ശ്രീജിത്ത് പറഞ്ഞതുപോലെ പൗരത്വ നിയമ ഭേദഗതി വന്നപ്പോൾ അത് ഇന്ത്യയിലെ ഒരു പൗരനെയും, അത് മുസ്ലിം ആകട്ടെ, ഹിന്ദു ആകട്ടെ, ക്രിസ്ത്യാനി ആകട്ടെ, മറ്റേത് മതത്തിൽ പെട്ടയാളോ മതമില്ലാത്തയാളോ ആകട്ടെ, പക്ഷേ ഇന്ത്യയിലെ ഒരു പൗരനെയും ബാധിക്കാത്തൊരു നിയമം ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കെതിരാണ് എന്ന് പറഞ്ഞ് വലിയ തോതിൽ വ്യാജ പ്രചാരണം നടത്തി അത് കത്തിച്ച് വലിയ കുഴപ്പങ്ങൾ ഡൽഹിയിൽ രാജ്യ തലസ്ഥാനത്ത് തന്നെ സൃഷ്ടിക്കപ്പെട്ടു. അതിൻ്റെ പുറകിൽ കൃത്യമായിട്ട് പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള വിധ്വംസക ശക്തികൾക്ക്, ഇസ്ലാമിക ഭീകര സംഘടനകൾക്ക് പങ്കുണ്ട് എന്നുള്ളതും വ്യക്തമായിരുന്നു. തെളിവുകൾ സഹിതമാണ് അതൊക്കെ പുറത്തു വന്നത്. നമുക്കറിയാം ഇവിടെ തന്നെ അതുമായി ബന്ധപ്പെട്ട ആസാദി മുദ്രാവാക്യം വിളിച്ച് പെൺകുട്ടികൾ രംഗത്ത് വന്ന് എന്തൊക്കെ കോലാഹലങ്ങളാണ് ഉണ്ടാക്കിയത്. അമിത്ഷായെ തട്ടിക്കളയും, മോദിയുടെ തല വെട്ടിക്കളയും, എന്തൊക്കെയായിരുന്നു ബഹളം. അവർ ബഹളം വെച്ചപ്പോഴും ഞാൻ തുടക്കം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു 50 പേരുടെ മരണത്തിനിടയാക്കാൻ അവർക്ക് 54 പേരുടെ മരണത്തിനിടയാക്കിയ സംഭവമാണത്. അത് ഡൽഹിയിൽ വലിയ കലാപം നടന്നു. വടക്ക് കിഴക്കൻ ഡൽഹിയിലൊക്കെ അതിൻ്റെ പേരിൽ മീററ്റ് ഭാഗത്തൊക്കെ വലിയ തോതിൽ ആക്രമണങ്ങൾ നടന്നു. ഒരു IB ഓഫീസർ, അങ്കിത് എന്ന് പേരുള്ള ഒരു IB ഓഫീസർ, അദ്ദേഹത്തിൻ്റെ ജീവൻ ബലി കൊടുക്കേണ്ടി വന്നു. അദ്ദേഹത്തെ അതിക്രൂരമായിട്ട് അദ്ദേഹത്തിൻ്റെ ലൈംഗിക അവയവങ്ങൾ ഛേദിച്ച്, വൃഷ്ണമൊക്കെ ഛേദിച്ച്, കണ്ണ് രണ്ടും കുത്തിപ്പൊട്ടിച്ച് വളരെ മൃഗീയമായിട്ട് കൊലപ്പെടുത്തി മൃതദേഹം ഒരു ഓടയിൽ, ഒരു കനാലിൽ തള്ളിയിരുന്നു. ഡ്രെയിനേജ് ഒഴുകി പോകുന്ന രക്ഷിതാക്കൾ ഇദ്ദേഹത്തെ കാണാനിരുന്നില്ല എന്ന് പരാതി കൊടുത്തു. വലിയ അന്വേഷണമൊക്കെ നടക്കുമ്പോഴായിരുന്നു. അന്വേഷണം നടക്കുന്നതിനിടയ്ക്കാണ് ഈ മൃതദേഹം കിട്ടിയത്. ആ മൃതദേഹം പരിശോധിച്ചപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പോലും ഞെട്ടിപ്പോയി. അത്ര ക്രൂരമായ പീഡനമാണ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നടത്തിയിരുന്നത്. ഈ ഒരു അനുഭവം കേന്ദ്ര സർക്കാരിൻ്റെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ അന്ന് ഈ പൗരത്വ നിയമ ഭേദഗതി ആരും പ്രതീക്ഷിച്ചില്ല. ഇങ്ങനൊരു തരത്തിലേക്ക് ഇവരതിനെ ട്വിസ്റ്റ് ചെയ്യും എന്ന് പ്രതീക്ഷിച്ചില്ല. അന്ന് അത് ആസൂത്രണം ചെയ്ത കലാപങ്ങളൊക്കെ നടപ്പാക്കിയതിൻ്റെ പുറകിൽ പോപ്പുലർ ഫ്രണ്ടിന് ശക്തമായ പങ്കുണ്ട്. അതുകൊണ്ട് കൂടിയാണ് പോപ്പുലർ ഫ്രണ്ടിനെ കേന്ദ്ര സർക്കാർ നിരോധിച്ചത്. വെറുതെ അല്ല, കൃത്യമായിട്ട് പോപ്പുലർ ഫ്രണ്ടിന് പങ്കുണ്ട്. കേരളത്തിൽ അത് വലിയ രീതിയിൽ കത്തിക്കാൻ മാധ്യമങ്ങൾക്കും പങ്കുണ്ട്. കേരളം ഭരിച്ച സർക്കാരിനും കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടിക്കും അതിൽ പങ്കുണ്ട്. ഇവരാരും അതിൽ നിന്ന് കൈകഴുകി രക്ഷപ്പെടാൻ പറ്റില്ല. പക്ഷേ എന്തായാലും ഇക്കുറി അമിത്ഷാ കൃത്യമായ മുൻകരുതലുകൾ എടുത്തു. ഡൽഹിയിൽ കേന്ദ്ര സേന ഇറങ്ങി ഫ്ലാഗ് മാർച്ച് നടത്തി. കുഴപ്പമുള്ള പ്രദേശങ്ങളിലൊക്കെ പോലീസ് പിക്കറ്റ് ഏർപ്പെടുത്തി. കൃത്യമായിട്ടും സോഷ്യൽ മീഡിയ കർശനമായി നിരീക്ഷിക്കുന്നു. വ്യാജ പ്രചാരണങ്ങൾ എവിടെയെങ്കിലും ഉണ്ടായാൽ അപ്പോൾ തന്നെ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡൽഹി പോലീസിൻ്റെ സൈബർ വിങ് 24 മണിക്കൂറും കണ്ണിലെണ്ണയൊഴിച്ച് ഇത്തരത്തിലുള്ള വ്യാജ പ്രചാരണം സമൂഹ മാധ്യമങ്ങളിലൂടെ നടക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ നീക്കം നടന്നാൽ അപ്പോൾ തന്നെ അത് ഡൽഹി പോലീസ് അറിയുകയും അതിനെ അടിച്ചമർത്തുകയും ചെയ്യും. കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കും, അവരെ അറസ്റ്റ് ചെയ്യും. വ്യക്തമായ മുന്നറിയിപ്പ് പറയാതെ പറഞ്ഞിട്ടുണ്ട് UAPA ചുമത്തും. അതായത് ഒരു കാരണവശാലും ജാമ്യം കിട്ടില്ല, വിചാരണ തീരുന്നത് വരെ അകത്ത് കിടക്കേണ്ടി വരും, നിങ്ങൾക്ക് അതുകൊണ്ട് ഒരു തരത്തിലും രക്ഷപ്പെടാൻ സാധിക്കില്ല കുഴപ്പക്കാർക്ക് എന്നൊരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ ഒരു താക്കീത് കേന്ദ്ര സർക്കാർ നൽകി കഴിഞ്ഞിരിക്കുന്നു. എന്നു മാത്രമല്ല, പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതുകൊണ്ട് തന്നെ വലിയൊരളവിൽ വരെ സായുധ കലാപം ഉണ്ടാക്കാൻ ഇനി അവർക്ക് സാധിക്കില്ല. ഈ വിധ്വംസക ശക്തികൾക്ക് ഇന്ത്യക്ക് പുറത്തിരുന്ന് നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ വിദേശ ശക്തികൾക്ക്, ഈ ഭീകര സംഘടനകൾക്ക് അവരുടെ ഇന്ത്യയിലെ പ്രധാന കയ്യാളായിരുന്നു പോപ്പുലർ ഫ്രണ്ട്. ആ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുകയും അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളെ എല്ലാം തിഹാർ ജയിലിലേക്ക് മാറ്റുകയും ചെയ്തതുകൊണ്ട് തന്നെ വലിയൊരളവ് വരെ അതിനെയൊക്കെ നിയന്ത്രിക്കാൻ സാധിക്കും. ഇപ്പോൾ ഈ ഒരു വിഷയത്തിലും ഈ വഖഫ് ഭേദഗതി നിയമത്തിലും അത്തരത്തിൽ എന്തെങ്കിലും പ്രതിഷേധമോ പ്രക്ഷോഭമോ ഒക്കെ നടത്താൻ ശ്രമിച്ചാൽ അതിൻ്റെ ഫലം വളരെ മോശമായിരിക്കും. ഈ കുറ്റവാളികൾ അഴിയെണ്ണി അകത്ത് കിടന്ന് നരകിക്കും എന്ന് മാത്രമേ പറയാനുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ ഈ നിയമ ഭേദഗതി വന്ന ഉടനെ തന്നെ കേരളത്തിൽ മുസ്ലിം ലീഗ് ഒരു വലിയ പ്രഖ്യാപനം നടത്തി. നിങ്ങളുടെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടുണ്ടാകും. എന്താ? കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് ഞങ്ങൾ മാർച്ച് നടത്താൻ പോകുന്നു.
പക്ഷേ മിനിറ്റുകൾ എടുത്തില്ല, അതിനു മുമ്പ് തന്നെ അവർ തിരുത്തി. മാർച്ച് ഞങ്ങൾ കുറച്ച് ദിവസം കഴിഞ്ഞേ നടത്തുന്നുള്ളൂ, അത് മാർച്ച് മാറ്റി വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു. കാരണം അവർക്കറിയാം മാർച്ചുമായിട്ട് അങ്ങോട്ട് പോയാൽ തിരിച്ചു മടങ്ങി വീട്ടിലേക്ക് പോകാൻ സാധിക്കില്ല, പകരം തിഹാർ ജയിലിലേക്കോ മറ്റോ ആയിരിക്കും പോകേണ്ടി വരിക എന്ന് അവർക്ക് വളരെ വ്യക്തമായിട്ടറിയാം. അല്ല, അത് കൃത്യമായി തന്നെ അമിത്ഷാ പാർലമെന്റിൽ പറയുന്നത് തന്നെ ഉണ്ടല്ലോ. കാരണം ചിലർ പറയുന്നു ന്യൂനപക്ഷങ്ങൾ ഇത് അംഗീകരിക്കില്ലെന്ന്. എടുത്തു പറയുന്നുണ്ട്, OIC ആണത് പറഞ്ഞത്. ഇത് ആർക്കാണ് അംഗീകരിക്കാൻ സാധിക്കാത്തത്? ഇത് പാർലമെന്റ് പാസ്സാക്കുന്ന നിയമമാണ്, അനുസരിച്ചാലേ പറ്റൂ എന്നൊരു ലോക്സഭയും രാജ്യസഭയും പാസ്സാക്കുന്ന ഒരു നിയമമാണ്. ഇത് ഭരണഘടനാനുസൃതമാണ്, ഭരണഘടനയ്ക്ക് വിധേയമാണ്, ഈ രാജ്യത്തെ നിയമമാണ്. മറ്റെല്ലാ നിയമങ്ങളും അനുസരിക്കുന്നത് പോലെ ഈ രാജ്യത്തെ ജനങ്ങൾ ഈ നിയമവും അനുസരിക്കും. നിങ്ങൾ അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കണ്ട. അമിത്ഷാ വളരെ വ്യക്തമായിട്ടാണ് പറഞ്ഞത്. ആർക്കാണ് ഈ നിയമത്തെ വെല്ലുവിളിക്കാൻ സാധിക്കുക? ഈ നിയമം രാജ്യത്തെ നാളായി UPA സർക്കാരിന്റെ കീഴിൽ ശരിയത്ത് നിയമമെല്ലാം നടപ്പിലാക്കി ചില പ്രദേശങ്ങളിൽ സുഖിച്ച് ജീവിക്കുന്നവരെല്ലാം താമസിയാതെ തന്നെ പൂട്ടുമല്ലേ? ഇത് ഒരു സംശയവും വേണ്ട അക്കാര്യത്തിൽ. അവരെ ഏതാണ്ടൊക്കെ അവരെ പൂട്ടിക്കഴിഞ്ഞു. അതാണല്ലോ ഇപ്പോൾ കുറച്ചുപേര് പോപ്പുലർ ഫ്രണ്ടിൻ്റെ പേരിൽ തിഹാർ ജയിലിൽ കിടക്കുന്നത്. എനിക്ക് ക്യാൻസറാണ്, എന്നെ പുറത്തു വിടണേ, എനിക്ക് ചികിത്സ നടത്താനുണ്ടേ, എനിക്ക് വേദനയാണ് എന്നൊക്കെ പറഞ്ഞ് നിലവിളിച്ചിട്ട് പോലും കോടതി പോലും, സുപ്രീം കോടതി പോലും അതൊക്കെ ചവറ്റുകുട്ടയിൽ തള്ളിക്കളഞ്ഞു ആ ഹർജി. അത് ഒരു കാരണവശാലും നിങ്ങൾക്ക് ചികിത്സ വേണമെങ്കിൽ അതിന് ജയിലിൽ സൗകര്യമുണ്ട്, എയിംസ് ഉണ്ട്. നിങ്ങളെ നേരെ അങ്ങോട്ട് എയിംസിൽ, അതായത് ഡൽഹിയിലെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ആശുപത്രിയിൽ തന്നെ നിങ്ങൾക്ക് ചികിത്സ നൽകാം. അതിനൊന്നും ഒരു കുഴപ്പവുമില്ല. അതിന് ജയിലിൽ സംവിധാനമുണ്ട്, നിയമപരമായിട്ട് തന്നെ അതിനുള്ള. അല്ല, അങ്ങനെ ഇരിക്കുമ്പോഴും ഒരു ഭരണമാറ്റം ഉണ്ടായാൽ നാം കർണാടകയിൽ കണ്ടതാണ്. അതെ, ചില കോയമ്പത്തൂരിലെ ഒരു ഒരു ബോംബ് സ്ഫോടനത്തിലെ പ്രതി സുഖമായിട്ട് കൈവീശി പുറത്തിറങ്ങിയ കാഴ്ച നമ്മൾ കണ്ടതാണ്. അല്ല, അതൊക്കെ സംഭവിക്കും. പക്ഷെ അങ്ങനെ ഒരു ഭരണമാറ്റം ഉടനെ ഒന്നും ഡൽഹിയിൽ പ്രതീക്ഷിക്കേണ്ട. എന്തായാലും ഇനി 4 കൊല്ലത്തേക്ക് അവിടെ ഭരണമാറ്റം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വരാൻ പോകുന്ന 2029 എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. ഈ രാജ്യത്ത് വിധ്വംസക ശക്തി ഈ പരാജയത്തോടു കൂടി തന്നെ അവർ വ്യക്തമായി പാഠം ഉൾക്കൊണ്ടിട്ടുണ്ടല്ലോ, പഠിച്ചിട്ടുണ്ടത്. തീർച്ചയായിട്ടും അത് BJPയെ സംബന്ധിച്ച് BJPക്ക് കൃത്യമായ ലക്ഷ്യമുണ്ട്. അവർ വളരെ കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിരവധി കാര്യങ്ങളുണ്ട്. അതിലൊന്ന് നമുക്കറിയാമല്ലോ, കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞു. അതുപോലെ പൗരത്വ നിയമ ഭേദഗതി കൊണ്ടുവന്നു, മുത്തലാഖ് നിരോധിച്ചു. ഇപ്പോൾ ഇതാ വഖഫിൻ്റെ കാര്യത്തിൽ നിയമ ഭേദഗതി കൊണ്ടുവന്നു. ഇതുപോലെ തന്നെ പൊതു സിവിൽ കോഡും കൊണ്ടുവരും. സിവിൽ നിയമം എല്ലാവർക്കും ഏകീകരിക്കണം, എല്ലാ പൗരന്മാർക്കും ഒരുപോലെ ആയിരിക്കണം. എന്തിനാണിത് വെവ്വേറെ നിയമങ്ങൾ? മതാടിസ്ഥാനത്തിൽ മതം വ്യക്തിനിഷ്ഠമാണ്. ഇപ്പോഴും പറയുന്നു മതം വ്യക്തിനിഷ്ഠമാണ്. മതം ആചരിക്കുന്നതിന് ഒരു തടസ്സവുമില്ല. അത് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യമാണ്. അതിനെ എന്തിനാണ് ഈ പറയുന്ന സിവിൽ നിയമങ്ങളുമായിട്ട് അതിനെ കോർക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ല. സിവിൽ നിയമങ്ങൾ എല്ലാവർക്കും, എല്ലാ പൗരന്മാർക്കും, നമ്മൾ രാജ്യത്തെ പൗരന്മാരെല്ലാം ഒരുപോലെയാണെന്നല്ലേ ഭരണഘടന പറയുന്നത്? അല്ലാതെ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രത്യേക പ്രിവിലേജ് കൊടുക്കും? പ്രത്യേകം കൊടുക്കുന്നുണ്ട്. അത് വലിയ രീതിയിൽ അത് UCC വരുന്നതോടുകൂടി, പൊതു സിവിൽ കോഡ് വരുന്നതോടുകൂടി അതും നിർത്തും, അതും നിലയ്ക്കും, അതിൻ്റെയും കഥ കഴിയും. അതോടുകൂടി പൗരന്മാരെല്ലാം ഒരുപോലെയാകും, പൗരന്മാർക്കെല്ലാം തുല്യനീതി ലഭ്യമാകും. ഇനി അതിനെ നിയമം വന്നു കഴിഞ്ഞാൽ പിന്നെ വരേണ്ടത് സാംസ്കാരികമായ മാറ്റമാണ്, സാമൂഹികമായ മാറ്റമാണ്, സാമ്പത്തികമായ മാറ്റമാണ്. ഈ കാര്യങ്ങളിലെല്ലാം കൃത്യമായിട്ട് രാജ്യത്ത് മാറ്റമുണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അതിന് അമിത്ഷായെയും മോദിയെയും ഒക്കെ പോലെയുള്ള കരുത്തരായ ഭരണാധികാരികൾ കൃത്യമായ ഭൂരിപക്ഷത്തോടു കൂടി, നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ 10 വർഷമായിട്ട് സുസ്ഥിരമായൊരു സർക്കാരാണ് രാജ്യത്തുള്ളത്. അത് 11ാം വർഷത്തിലേക്ക് കടന്നിരിക്കുന്നു. അതിനി അനസ്യൂതം മുന്നോട്ട് പോകും. അത് രാജ്യത്തെ ജനങ്ങൾ, പൗരബോധമുള്ള മനുഷ്യർ, രാജ്യത്തെ പൗരന്മാർ അത് തിരിച്ചറിഞ്ഞിരിക്കുന്നു. അവർ അതുകൊണ്ട് തന്നെ അങ്ങനെ അല്ലാത്ത അസ്ഥിരമായൊരു സർക്കാരിനെ ഡൽഹിയിലേക്ക് അവർ പ്രതിഷ്ഠിക്കില്ല. അത് പ്രതിഷ്ഠിച്ചതിൻ്റെ ഫലം അവർ അനുഭവിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇനി സുസ്ഥിരമല്ലാത്തൊരു സർക്കാരിന് ഡൽഹിയിൽ സ്ഥാനമുണ്ടാകില്ല. സുസ്ഥിരമായൊരു സർക്കാർ കൃത്യമായ ലക്ഷ്യബോധത്തോടു കൂടി പ്രവർത്തിക്കും. ഇതുപോലെയുള്ള നിയമങ്ങൾ കൊണ്ടുവരും. അതിനെതിരെ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന വിധ്വംസ ശക്തികളെ അവർ അടിച്ചമർത്തും എന്നും കൂടി ഈ അവസരത്തിൽ അടിവരയിട്ട് പറയേണ്ടതാണ്. അതിനുള്ള കരുത്ത് അമിത്ഷായ്ക്കുണ്ട്, മോദിക്കുണ്ട്, കേന്ദ്ര സർക്കാരിനുണ്ട്. അതുകൊണ്ട് കളിക്കാൻ നിൽക്കണ്ട. പൗരത്വ നിയമ ഭേദഗതിയിൽ കാണിച്ച കുഴപ്പങ്ങൾ, തെരുവിലിറങ്ങി മറ്റു മനുഷ്യരെയും മറ്റ് രാജ്യത്തിൻ്റെ പൊതു സ്വത്തുക്കളും നശിപ്പിക്കാനുള്ള ശ്രമമുണ്ടെങ്കിൽ അതങ്ങ് മാറ്റി വെച്ചേക്കൂ. ഇത് കാലം മാറി കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന സർക്കാരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കാര്യം
അഴിക്കുള്ളിലാകും നിങ്ങളെല്ലാവരും. നിങ്ങളുടെ കാര്യം വലിയ കുഴപ്പത്തിലേക്ക് പോകും. അതിനൊന്നും നിൽക്കണ്ട. മര്യാദയ്ക്ക് എല്ലാ മനുഷ്യരും, എല്ലാ പൗരന്മാരും അനുസരിക്കുന്നത് പോലെ രാജ്യത്തെ നിയമം അനുസരിച്ച് പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമമാണ്. അത് ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലാണ്. അതിനനുസരിച്ചുള്ള ബഹുമാനത്തോടുകൂടി, ആദരവോടുകൂടി നമുക്ക് എല്ലാവർക്കും ആ നിയമം പാലിച്ച് മുന്നോട്ട് പോകാം. നമ്മുടെ രാജ്യം വൻ വികസന കുതിപ്പിലാണ്. അത് മറക്കാതിരിക്കുക. ദാരിദ്ര്യമാണ് ഏറ്റവും വലിയ ശത്രു, ഭീകരതയാണ് ഏറ്റവും വലിയ ശത്രു. അതിനെ തുടച്ചു നീക്കുക. മനുഷ്യരെല്ലാവരും ഒരുപോലെ ഒത്തൊരുമിച്ച് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കാം. ഈ സന്ദേശം എല്ലാ മനുഷ്യരിലും എത്തട്ടെ. അതിന് കേന്ദ്ര സർക്കാർ എല്ലാ സൗകര്യങ്ങളും ഒരുക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ.